എന്നർത്ഥം. പക്ഷെ അവിടെ ഒന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. പറഞ്ഞല്ലോ, അന്നും പാരിവ്രാജ്യം പലതരത്തിലുണ്ടായിരുന്നു. സന്യാസം ഇന്നത്തതുപോലെ തന്നെ ഇന്നുകൊണ്ടല്ലോ പലതരത്തിൽ പല സമ്പ്രദായങ്ങളുണ്ട്, പല ഗുരുക്കന്മാരുണ്ട്. അവരെല്ലാം ഓരോരോ തരത്തിലുള്ള സന്യാസ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന അദ്വൈതിയുടെ സന്യാസം അതൊന്നുമല്ല. തെക്വ സ്മാർത്ഥം ലിംഗം കേവലം ആശ്രമമാത്ര ശരണാന ജീവനസാധനം പാരിവ്രാജ്യവ്യഞ്ജകം. താൻ പരിവ്രാജകനാണ് എന്നുള്ളതിന്റെ അടയാളമായിരിക്കുന്ന, വ്യഞ്ജകമായിരിക്കുന്ന ഉണ്ട്. ഇന്നത്തെ സന്യാസിമാരിൽ കാണുന്ന പെയിന്റും മറ്റും അതാണ് പാരിവ്രാജ്യവ്യഞ്ജകം എന്ന് പറയുന്നതാണ്. പാരിവ്രാജ്യത്തെ വ്യഞ്ചിപ്പിക്കുന്ന, അതിന്റെ അടയാളമായിരിക്കുന്ന. ഇതെന്തിനാണ്? ഉദരനിമിത്തം ബഹുകൃതവേഷം, ജീവനസാധനം എന്ന് പറയുന്നു. ഞാനിതാ ഒരു സ്വാമിയാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, നിങ്ങളെപ്പോലെ പലരും തന്നാണ് എൻ്റെ ജീവിതം എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേഷം. പാരിവ്രാജ്യവ്യഞ്ജകമായ ജീവനത്തിന്, തന്റെ നിലനിൽപ്പിന്, അന്നപാനാദികൾക്ക് ഉള്ള എന്താണ്? ഇതെന്താണ്? സ്മാർത്ഥം ലിംഗം, സ്മാർത്ഥലിംഗമാണ്. കാരണം പല സ്മൃതികളിലും ഇങ്ങനെയുള്ള ലിംഗം എന്ന് വെച്ചാൽ അടയാളം, ഈ വ്യഞ്ജകം എന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള അടയാളങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സന്യാസി ചെല്ലു പറയുന്നു, ത്രിദണ്ഡ്, മുളന്തണ്ട് 3 കൂട്ടിക്കെട്ടി അത് കൈപ്പിടിക്കുക, വാഗ്ദണ്ഡ്, കായദണ്ഡ്, മനോദണ്ഡ് എന്നൊക്കെ പേര്. അങ്ങനെ സ്മൃതികളൊക്കെ നോക്കുക. സന്യാസത്തെ കുറിച്ചൊക്കെ പറയുന്നത് പലയിടത്തും. ഇവിടെ പറയുന്നത് ഏതാണ്? ദക്ഷയാണ്. ദക്ഷസ്മൃതി പറഞ്ഞിരിക്കുന്ന ഒന്നാണ്. ദക്ഷസ്മൃതി ഞാൻ പരിശോധിച്ച് നോക്കി, അവിടെ കാണുന്നില്ല. ഒരുപക്ഷെ പഴയ ദക്ഷസ്മൃതി ഉണ്ടായിരിക്കാം. എന്തായാലും സ്മൃതികളിൽ ഇതൊക്കെ ഉണ്ട്, പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ സന്യാസത്തിന്റെ വേഷം കെട്ടലുകൾ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഞാൻ സന്യാസിയാണെന്ന് വെച്ചാൽ ഞാൻ ഗൃഹസ്ഥനല്ല, ഞാൻ സമ്പത്തില്ലാത്തവനാണ്. ഇതിന് ഇതിന്റെ അടയാളമായി കേവലം ആശ്രമമാത്ര ശരണാണ്. ഇവരെന്താണ്? കേവലമായ ഒരു ആശ്രമം, ഈ ആശ്രമത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ആശ്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പോലെയുള്ള ആശ്രമമല്ല, കന്മന ആശ്രമവും മറ്റേ ആശ്രമമൊന്നുമല്ല. ആശ്രമം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്ന് പറയുന്ന വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന ആശ്രമം. മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ആശ്രമം, അതായത് സന്യാസാശ്രമം. വീട് ഉദ്ദേശിച്ചിട്ടല്ല, മഠം ഉദ്ദേശിച്ചിട്ടല്ല. മഠത്തിനും പറയും ആശ്രമം എന്നാണ്, ഇവിടെ അതല്ല പറയുന്നു. ആ സന്യാസം എന്ന് പറയുന്ന ജീവിതചര്യ, അതിനെ ആശ്രമ മാത്ര ശരണാനാം, ആ ആശ്രമത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവര് അങ്ങനെയുണ്ട്. കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതായത് ഒരു പ്രായമായി, കൂടുതലും പുരുഷന്മാരാണ്, സ്ത്രീകൾ കുറവാണ്. സ്ത്രീകളുമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ രോഗങ്ങളോ മറ്റെന്തെങ്കിലും ബാധിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് പുറന്തള്ളിയവരായിരിക്കും. ഭാര്യ ഉപേക്ഷിച്ചവരോ, ഭർത്താവ് ഉപേക്ഷിച്ചവരോ, മക്കൾ ഉപേക്ഷിച്ചവരോ, ഇങ്ങനെയൊക്കെ അഗതികളായി വരുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജീവിക്കാനൊരു ഉപായവുമില്ല. അവർ സന്യാസാശ്രമത്തെ സ്വീകരിക്കുന്നു. അതാണ് ആശ്രമ മാത്ര ശരണന്മാരെന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സന്യാസത്തിന് ഈ പറഞ്ഞതുപോലെ ആപാതജ്ഞാനം, പിന്നെ അത് കഴിഞ്ഞ് ശ്രവണ മനനാദികൾ ചെയ്യണമെന്നുള്ളതല്ല. ഇവിടെയുണ്ട്, നമ്മുടെ ഓച്ചിറ പോയാൽ കാണാം ഒരുപാട് അങ്ങനെയുള്ള സ്വാമിമാർ.
ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ട്, അവർ മറ്റു ജീവിക്കാനൊരു വഴി കാണുന്നില്ല. അപ്പോൾ സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തെ ആശ്രയിക്കുന്നു. അത് നമ്മുടെ ഭാരതീയമായ ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർക്ക് അന്നം കൊടുക്കുന്നു, അവരും ജീവിക്കുന്നു. അതൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം മറ്റു ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ഒരാൾ ഈ വേഷം ധരിക്കുന്നു. അവർ ശ്രവണ മനനങ്ങൾക്ക് വേണ്ടിയല്ല, ജീവിക്കണം, അത്രയേ ഉള്ളൂ. ശരീരം നിലനിർത്തണം. ഈ പറയുന്ന വിദ്വത് സന്യാസിയെ പോലെ തന്നെ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. വിദ്വത് സന്യാസിയും ഭിക്ഷ എടുക്കുന്നു എന്തിന്? ശരീരം നിലനിർത്താൻ. ഇവർ സന്യാസത്തെ സ്വീകരിക്കുന്നു ശരീരം നിലനിർത്താൻ. ആ രീതി രണ്ടും ഒരുപോലെ. പക്ഷെ ഇവരെ സംബന്ധിച്ച് എന്താണ് പ്രത്യേകത? ഇത് ജീവന സാധനമായി സന്യാസത്തിന്റെ ചില അടയാളങ്ങൾ അവർ ധരിച്ചിരിക്കുന്നു. പെയിന്റ് അടിക്കുക, കമണ്ടൽ വയ്ക്കുക, രുദ്രാക്ഷമാല ഇടുക, വലിയ പാളൻ കുറി നെറ്റിയിലിടുക, ചിലർ ശരീരം മുഴുവൻ പൂശുക, ചിലർ തല മുണ്ടനം ചെയ്യുക, ചിലർ വലിയ ജട വയ്ക്കുക. അങ്ങനെ പലതരത്തിലുള്ള അടയാളം ഭാഷ ഇതിന് പറഞ്ഞത്. ഭജഗോവിന്ദത്തിൽ പറഞ്ഞതുപോലെ ഉദരനിമിത്തം ജഡലോ മുണ്ടി ലിഞ്ചിത കേശ എന്ന് പറഞ്ഞതുപോലെ. ഇതൊക്കെ എന്താണ്? ആശ്രമം മാത്ര ശരണന്മാർക്കുള്ളവരാണ്. അത് അസംബന്ധം തന്നെ ഇവിടെ പറയുന്നു. ആ രീതിയിലല്ല. കേവലം സന്യാസാശ്രമത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവനസാധനം ജീവിക്കുന്നതിന് വേണ്ടി ഇത്തരം ഇത് കിട്ടുക. ആപത് സന്യാസം എന്നൊക്കെ പറയുന്നു. ആതുര സന്യാസം എന്ന് പറയുന്നു. അതൊക്കെ രോഗം വന്നിട്ട് സന്യസിക്കുന്നു. അതൊക്കെ അസംബന്ധമാണെന്നൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ അത് അവിടെ കാണുന്ന എന്താണ്? പാരിപ്രാജ്യ വ്യഞ്ചകം എന്താണ്? ഇത് സ്മാർത്ഥം ലിംഗം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? ഇതൊക്കെ സ്മൃതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ കൂട്ടത്തിൽ തന്നെ വേറെ കൂട്ടരുണ്ട്. എന്താണ്? ചില ഉപാസനകൾ ചെയ്യുന്നു. മുമ്പ് ചാന്തോക്യത്തിൽ ചർച്ച ചെയ്തതുപോലെ ഫലത്തിന് വേണ്ടി. ഇതിൽ തന്നെ ബ്രഹ്മചര്യ വ്രതം പാലിക്കുന്നു ഫലത്തിന് വേണ്ടി. അവരെല്ലാം ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അവരെല്ലാം എന്ത് ചെയ്യുന്നു? ഞാൻ സന്യാസിയാണ് എന്ന് ലോകത്തെ ബോധിപ്പിക്കുന്നതിന് അടയാളങ്ങൾ ധരിച്ചിരിക്കുന്നു എല്ലാവരും. തെക്വ, അതും ഉപേക്ഷിച്ചിട്ട്. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭാഷ്യകാരൻ പറയുന്ന സന്യാസത്തെ അടയാളങ്ങളും ഇല്ല എന്നാണ്. പാരിപ്രാജ്യവ്യഞ്ജകമായ സന്യാസത്തെ അടയാളങ്ങൾ ഇതൊന്നുമില്ല എന്നാണ്. അത് ജീവനസാധനമാണ്. ജീവനസാധനമായ അടയാളങ്ങളും ഇല്ല എന്നർത്ഥം. അത് പറയുന്നു വിദ്വാൻ ലിംഗവർജിത. ഇവിടെ പറയുന്ന ഈ ജ്ഞാനി, തത്വജ്ഞാനി അടയാളങ്ങളില്ലാത്തവനാണ്. അങ്ങനെയാണെങ്കിൽ കോട്ട് സൂട്ടൊക്കെ ഇട്ടുണ്ടായാലോ ഇന്നത്തെ മോഡേൺ സ്വാമിമാരെ പോലെ. അവർ പറയുന്നത് ഞങ്ങൾ സന്യാസിമാരെയും കടന്ന സന്യാസിമാരാണ്. എന്തുകൊണ്ട്? സന്യാസിമാർ കായ് വസ്ത്രം മറ്റൊക്കെ ധരിക്കുന്നു, ഞങ്ങളതും ധരിക്കുന്നില്ല. കോട്ട് സൂട്ടും ഒക്കെയാണ് പുതിയ സന്യാസം. അതായാലോ ഇപ്പൊ സന്യാസത്തിന്റെ അടയാളങ്ങളുണ്ടല്ലോ, അത് പറ്റത്തില്ല, അതും അനുവദിക്കുന്നില്ല. വിദ്വാൻ ലിംഗവർജിത. തത്വജ്ഞാനി ഒരു തരത്തിലുള്ള അടയാളങ്ങളും വയ്ക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ തത്വജ്ഞാനിക്കുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? തസ്മാ അലിംഗോ ധർമ്മജ്ഞോ അവ്യക്തലിംഗോ അവ്യക്താചാര ഇത്യാദി സ്മൃതിഭ്യ. തസ്മാത് അലിംഗോ ഒന്ന്. ഈ പറയുന്ന സന്യാസിമാർക്കും പ്രമാണ ശ്രുതിയിലും സ്മൃതിയിലും ഉണ്ടെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്താണ് സ്മൃതി പറയുന്നു? അലിംഗ അടയാളമൊന്നുമില്ല സന്യാസിക്ക്. വിദ്വാൻ സന്യാസി എന്നല്ല അവിടെ പറയുന്ന വിദ്വാൻ. വിദ്വാന് ബാഹ്യമായ അടയാളങ്ങളൊന്നുമില്ല തിരിച്ചറിയാൻ. ധർമ്മജ്ഞ ധർമ്മത്തെ അറിയുന്നവനാണ്.
ധർമ്മം എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ അർത്ഥം പറയുന്നു. പരമാത്മാവ്, അതിന്റെ ജ്ഞാനമുള്ളവൻ, അല്ലെങ്കിൽ ഭിക്ഷാചര്യം എന്ന് പറയുന്ന ആ ധർമ്മത്തെ അറിയുന്നവൻ. അവ്യക്തലിംഗോ, വ്യക്തമായ പ്രകടമായ ഒരു അടയാളങ്ങളും അവൻ ധരിക്കുന്നില്ല. അവ്യക്താചാര, അതുപോലെ തന്നെ എന്താണ് സന്ധ്യാവന്ദനം തുടങ്ങിയ ആചാരങ്ങൾ, അതും അവനിൽ വ്യക്തമല്ല, പ്രകടമല്ല. ഇത്യാദി സ്മൃതിഭ്യ. ഇനി ശ്രുതിയിൽ എന്ത് പറയുന്നു? അഥ പരിപുരാട് വിവർണവാസ മുണ്ടു അപരിഗ്രഹ ഇത്യാദി ശ്രുതേഹേ. ശ്രുതിയിലും പറയുന്നു സന്യാസിക്ക് ഒരു അടയാളമില്ല, ഒരു തരത്തിലുള്ള അടയാളമില്ല. എന്താണ് പരിപുരാട്? പരിപുരാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരഹംസ പരിപുരാജകൻ, ചരന്തി, ഭിക്ഷാചര്യം ചരന്തി, പരിത്യജ്യ വ്രജതി എന്നാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ട് സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് പരിപുരാട്ട് എന്നുള്ള പേര് വന്നത്. പിന്നെ വിവർണവാസ, കോട്ട് സൂട്ടും പറ്റത്തില്ല. വിഗത വർണ്ണമാണ് വിവർണം, വർണ്ണമില്ലാത്ത. നമ്മൾ വിവർണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കേട്ടപ്പോൾ അവന്റെ മുഖം വിവർണമായി എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ ആ ശോഭ പോയി, ഭംഗി പോയി. അങ്ങനെ വരുമല്ലോ, നമുക്ക് എന്തെങ്കിലും അനിഷ്ടം കേട്ടാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അനിഷ്ടം ഉണ്ടായി ഇവിടെ മുഖത്തത് പ്രതിഫലിക്കും. ആർക്കായാലും സാധാരണമാണ്. നമ്മുടെ മുഖം പെട്ടെന്ന് മാറും. നമുക്ക് പറയാം അത് പറഞ്ഞ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവിടെ മനസ്സിലാക്കും. നല്ല കള്ളന്മാരൊഴികെ ആരുടെയും മനസ്സ് അനുസരിച്ച് മുഖം മാറും. അതാണ് വിവർണത എന്ന് പറയുന്നത്. അപ്പം വിഗത വർണ്ണം, വർണ്ണമില്ലാത്ത വസ്ത്രം ധരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ മനുഷ്യൻ ആണായാലും പെണ്ണായാലും മനോഹരമായി അണിഞ്ഞിറങ്ങുന്നത് ഒരു പ്രധാന കാര്യം എന്തിനു വേണ്ടിയിട്ടാണ്? എതിർ വിഭാഗത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. പുരുഷനാണെങ്കിൽ സ്ത്രീയെ ആകർഷിക്കാൻ, സ്ത്രീയാണെങ്കിൽ പുരുഷനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആകർഷകമായ ഇത് വസ്ത്രധാരണം ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വസ്ത്രധാരണം പാടില്ല, അനാകർഷകമായിരിക്കുന്നതാണ് വിവർണവാസം എന്ന് പറയുന്നത്. ആ അനാകർഷകമായ വസ്ത്രത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? പണ്ട് പഴയ കാലത്ത് ചെയ്യുന്നത് വസ്ത്രം അനാകർഷകമായിരിക്കും. അപ്പോൾ ഏത് വസ്ത്രമാണോ കിട്ടുന്നത് അതിനെ മണ്ണിലൊക്കെ ഇട്ടൊന്ന് അതിന്റെ കളറ് മാറ്റും, കളറ് മാറ്റിയിട്ട് ധരിക്കും. അപ്പോൾ വസ്ത്രം കൊണ്ട് ഒരാൾ ആകർഷകമായി തോന്നത്തില്ല. കാരണം ലോകത്തിനോട് തനിക്ക് ആകർഷണം തോന്നാൻ പാടില്ല, ലോകം തന്നെ ആകർഷിക്കാൻ പാടില്ല. അപ്പോൾ അത് സന്യാസത്തിന് ശരിയാകത്തില്ല. സന്യാസത്തിന്റെ ഭാഗമായി വരുന്ന ബ്രഹ്മചര്യത്തിന് അത് യോജിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുക. ഇത് പ്രത്യേകം പറയുന്നു. ഇന്നത്തെ കാലമല്ല, ഇന്നിപ്പോൾ എല്ലാവരും തുണി മണ്ണിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ധരിക്കാനൊന്നും പോയത്. പഴയ കാലം പറയും വിവർണവാസനായിട്ടായിരിക്കണം. അപ്പം അതാണ് അനാകർഷകത്വം. അതാണ് അവൻ ഭിക്ഷാചര്യം ധരിക്കുന്നവനാണ്. അപ്പോൾ അവനോട് മറ്റൊരാൾക്ക് ആകർഷണം തോന്നരുത്, അവന് മറ്റൊരാളോട് ആകർഷണം തോന്നരുത്. ഇതൊക്കെ ഒഴിവാക്കണം. ഇത് പക്ഷെ പിന്നീടിത് കാഷായമായി മാറി. കാഷായം എന്ന് പറയുന്നത് എന്താണ്? മണ്ണിൽ നല്ല വസ്ത്രത്തിൽ മണ്ണ് കലർത്തുന്നതാണ് കാഷായം എന്ന് പറയുന്നത്. കാഷായ വസ്ത്രം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിവർണ വസ്ത്രമാണ്. പക്ഷെ ഇന്നിപ്പോൾ അത് നല്ല രീതിയിൽ ഡൈ ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി കണ്ടാൽ ആരും ആകർഷിക്കത്തക്ക രീതിയിലുള്ള വേഷവിധാനങ്ങളായി മാറി. അത് കാലം വരുത്തിയ മാറ്റം. ഇതല്ല ഉദ്ദേശിച്ചത്. അതുമല്ല ഭാഷ്യകാരനൊരിടത്തും കാഷായം എന്ന് പറയുന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കളറിനെ കുറിച്ച് പറയുന്നു. പക്ഷെ സ്മൃതികളിലൊക്കെ പറയുന്നുണ്ട്, ഇത് വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്, ഉദ്ദേശിക്കുന്നത് കാഷായ വസ്ത്രമാണ്. അത് കാലം വരുത്തിയ മാറ്റം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ആൾക്കാർ സന്യാസിമാർ ധരിക്കുന്ന നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെയാണ്, നല്ല
വർണ്ണാഭമായ പട്ടുവസ്ത്രങ്ങളൊക്കെയാണ്. അത് കാലം വരുത്തിയ മാറ്റം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് അതിതല്ല. എന്തായാലും അനാകർഷകത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ അന്നും ഇന്നുമായിട്ട് വ്യത്യാസമുണ്ട്. ഇന്നെന്ന് വെച്ചാൽ സ്വാമിമാർക്ക് അനുയായികൾ വേണം. പണ്ടങ്ങനെയല്ല, സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അതായത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മുണ്ടഹ അടുത്ത് പറയുന്നത് അതെന്തിനാണെന്ന് നേരത്തെ പറഞ്ഞു. എന്താണ്? ശിഖയെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുണ്ടനം ചെയ്യണമെന്ന് പറയുന്നത്. ജഡയും അതുകൊണ്ട് തന്നെ, ജഡാധാരിയാണെങ്കിലും ശിഖ കാണാനല്ലല്ലോ. മുണ്ടനം ചെയ്തു കഴിഞ്ഞാലും ഇതാണ് അപരിഗ്രഹ, ഒന്നും സ്വന്തമായി വയ്ക്കാതിരിക്കുക, പരിഗ്രഹം. അതുകൂടെ വ്യാഖ്യാതാക്കളിൽ പറയും എന്താണ്? ത്രിദണ്ഡ്, അതിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞാണ്. കാരണം പണ്ട് ഈ പറയുന്ന പരിവ്രാജകന്മാർക്ക് ത്രിദണ്ഡും മറ്റും ധരിച്ചിരുന്നു. ഒന്നും പാടില്ലെന്നാണ്. പക്ഷെ ഇന്ന് ഇതൊക്കെ വീണ്ടും പിന്നീട് ആണ് ഇതൊക്കെ വന്നത്. നമ്മൾ ശങ്കരാചാര്യരുടെ പടത്തിൽ തന്നെ കാണുമല്ലോ, പൊടി പോലെ ഒരു വടി പിടിച്ചിരിക്കുന്നു. ദണ്ഡ് അപരിഗ്രഹം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ ഭാഷ്യകാരൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു വടി വേണം എന്നുള്ളത്. പക്ഷെ എങ്ങനെയൊക്കെയോ അത് കടന്നു വന്നു. ഇപ്പോൾ അതില്ലാത്ത ഒരു ശങ്കരാചാര്യർ സങ്കല്പിക്കാൻ കൂടി വയ്യ. ഇതാവശ്യമില്ല എന്ന് പറഞ്ഞ് ശങ്കരാചാര്യരുടെ കയ്യിലും വടി പിടിപ്പിച്ചു. അങ്ങനെയല്ലാത്ത ഒരു ശങ്കരാചാര്യ ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? പൊടിവടിയില്ലാത്ത ശങ്കരാചാര്യർ. അതെങ്ങനെ വന്നു? ശങ്കരാചാര്യയിൽ അപരിഗ്രഹം എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ എവിടുന്നായി വടി വന്നത്? ആരായി വടി പിടിപ്പിച്ചത്? അതില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സന്യാസത്തിൽ ഈ പരമഹംസ പരിവ്രാജകന്മാരെന്ന് പറയുന്നവർ വടി പിടിക്കാറില്ല. പക്ഷേ ശങ്കരാചാര്യന്മാരെ പോലുള്ളവർ വടി പിടിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ്? ധർമ്മത്തിന്റെ അടയാളമാണ്. പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. എന്തായാലും അപരിഗ്രഹം എന്ന് പറഞ്ഞിടത്ത് ഇതൊന്നുമില്ല. ഭിക്ഷാടനം അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്തിനാണ്? പിന്നെ വേറൊന്നും സംഭവിക്കാം. പഴയകാലത്ത് സന്യാസിമാരെ തന്നെ ഇങ്ങനെ ഭിക്ഷാടനത്തിൽ നടക്കും. പ്രായം കൂടി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വടിയിടിച്ച് നടക്കും. വടിയിടിച്ച് നടക്കേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ ക്രമേണ ആ വടിയെ മേലോട്ടാക്കി വരും. പടം വരച്ച് താഴോട്ട് ഇടിച്ചു കിടന്ന വടി. അപ്പോൾ വടിയുമായി. അതൊരു പരിഗ്രഹമല്ല. പിന്നെ വല്ല നായോ വല്ലോ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ കയ്യിൽ വടിയിരുന്നാൽ അത് പേടിച്ചോടുമല്ലോ. അതൊക്കെ കൊണ്ട് ഒരു പക്ഷേ പഴയ കാലത്ത് ഈ പറയുന്ന പരിവ്രാജകനും വടിയിടിച്ച് നടന്നിരിക്കാം വയസ്സായ. അത് പിന്നെ കൊടിയായി മാറിയത് എങ്ങനെയെന്നുള്ളതാണ് ഗവേഷണം നടത്തേണ്ട ഒരു കാര്യം. എന്തായാലും ഭാഷ്യകാരൻ ഇതൊന്നും പറയുന്നില്ല. ഇതിന് കാവ്യ വസ്ത്രം പോലും പറയുന്നില്ല. വിവർണ വസ്ത്രമായിരിക്കണം, അപരിഗ്രഹനായിരിക്കണം. ഒരു കാര്യം പറയുന്നുണ്ട്, ഭിക്ഷാടനം, ശരീരസ്ഥിതിക്ക് വേണ്ടി ഭിക്ഷാടനം നടത്തണം. ഇത്രയേ ഉള്ളൂ സന്യാസം. അവിടെ ആശ്രമമില്ല, മഠമില്ല, ഈ പറയുന്ന അടയാളങ്ങളില്ല. അത് പ്രത്യേകം പറയുന്നത് എന്താണ്? വിദ്വാൻ ലിംഗവർജിത. ഒരു തരത്തിലുള്ള സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തെ പ്രകടമാക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള അടയാളങ്ങളും ഇല്ലാത്തവൻ എന്നാണ് എന്ന് പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിലും ഈ സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തെ പ്രകടമാക്കുന്ന ചില അടയാളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കും, ഈ മുണ്ടനവും മറ്റും അടയാളമാകത്തില്ലെന്ന് ചോദിക്കും. ഇല്ല. എന്തുകൊണ്ടെന്നാണ്? ശിഖ യജ്ഞോപവീതം എന്ന് പറയുന്ന അന്ന് ത്രൈവർണികർക്കേ ഉള്ളൂ. അപ്പം മുണ്ടനം ചെയ്യുന്നത് ശൂദ്രനും ഭരണബാഹ്യന്മാരും എല്ലാവരും ചെയ്യും. അപ്പോൾ അത് വെച്ചൊരാളെ അറിയാൻ പറ്റത്തില്ല സന്യാസിയാണ്. വിവർണവാസം അതുകൊണ്ടറിയാൻ പറ്റില്ല. അതും അറിയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ദരിദ്രനും വിവർണ വസ്ത്രമായിരിക്കും ധരിക്കുന്നത്. വസ്ത്രം ധരിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാൻ ശേഷിയില്ലാത്തവൻ എന്തായിരിക്കും? വിവർണ
വസ്ത്രമായിരിക്കും, മോശപ്പെട്ട വസ്ത്രമായിരിക്കും ധരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ സന്യാസത്തിന്റെ ചിഹ്നങ്ങളെല്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് തലമുണ്ടനം ചെയ്തിരിക്കുന്നു, മോശമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു, ശൂദ്രനും ആവാം. അതുകൊണ്ടറിയാൻ പറ്റത്തില്ല. പിന്നെ അവൻ ഭിക്ഷാചര്യം, ഇവനാരാ ഭിക്ഷ കൊടുക്കുന്നത്, അത് പറയുന്നു കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കത്തില്ല. പിന്നെ അന്നുള്ള ആൾക്കാർക്ക് ധർമ്മബോധം ഉള്ളവരായിരുന്നു, അവർ ഭക്ഷണം കൊടുക്കും. ഇന്നത്തെ പോലെയല്ല. ഇവിടെ വ്യക്തമായും പറയുന്നു ഒരടയാളവും പാടില്ല എന്ന്. അപ്പോൾ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നതോ ഈ വേഷങ്ങളെല്ലാം തന്നെ ഒരടയാളമായിട്ടാണ്, മറ്റുള്ളവരിൽ നിന്നും തന്നെ വ്യത്യസ്തമാക്കുന്ന ഒരടയാളമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജീവന സാധനം ആശ്രമമാത്ര ശരണാന പരിവ്രാജ്യ വ്യഞ്ജകം, ഭാഷ്യകാരൻ നിഷേധിച്ച സന്യാസമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ പരമ്പരയിലും അല്ല. ഞാൻ വളരെ ധൈര്യം അവലംബിച്ച് പറഞ്ഞാണ്. അങ്ങനെ ആരും പറയാൻ ധൈര്യപ്പെടത്തില്ല, പ്രത്യേകിച്ചും ഈ വേഷമൊക്കെ ധരിച്ചുകൊണ്ട്. പക്ഷെ പരമാർത്ഥം അതാണ്. ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സന്യാസിക്ക് യാതൊരു അടയാളമില്ല. ഒരു ഭിക്ഷക്കാരനെ പോലാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് സന്യാസം, ഭാഷ്യകാരൻ പറഞ്ഞ സന്യാസം ഇന്ന് സാധ്യമല്ല. അതുകൊണ്ടാണ് കാലം മാറി വന്നപ്പോൾ ഇങ്ങനെയുള്ള സന്യാസത്തെ അടയാളം കാണിക്കുന്ന സന്യാസം വന്ന. അതുകൊണ്ടാണ് പിന്നീട് വന്ന ആചാര്യന്മാരത് ഉണ്ടാക്കി. കാരണം ഇന്നിപ്പോൾ ഇതുപോലെ നടക്കുകയാണെങ്കിൽ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ പൂർവ്വവും ഭിക്ഷക്കാരെ ഇടുന്ന സ്ഥലത്ത് കൊണ്ടിടും. നിയമവിരുദ്ധമാണ്. സന്യാസി നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ സന്യാസം സാധ്യമല്ല. അതിനൊരു പുതിയ രാജ്യം വരണം. ഈ രാമരാജ്യം എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഇത്തരം സന്യാസത്തെ അനുവദിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അത് സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഒരു സ്മാർത്ഥം പോലെയുള്ള ഒരു സന്യാസം. പഴയകാലത്ത് സ്മാർത്ഥ സന്യാസം എന്ന് പറഞ്ഞതുപോലെ ഒരു സന്യാസമാണ് പിൽക്കാലത്ത് വന്നത്. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പറയുന്നു സശിഖാൻ കേശാൻ നികൃത്യ വിസൃജ്യ യജ്ഞോപവീതം. അവിടെ സ്പഷ്ടമായി പറയും എന്താണ് സന്യാസം. സശിഖാൻ കേശാൻ, തലമുടി ശിഖയോടൊപ്പം നികൃത്യ മുറിച്ചു കളഞ്ഞ്, വിസൃജ്യ യജ്ഞോപവീതം, യജ്ഞോപവീതത്തെ ഉപേക്ഷിച്ച്, അതാണ് സന്യാസം എന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇന്ന് ആൾക്കാർ സ്വാമിയാരാകുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് സന്യാസമെന്ന് ശങ്കരാചാര്യർ പറഞ്ഞത്. ഇന്നെന്താണ് നടക്കുന്നത്, നമ്മളെന്താ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ കാലദേശോചിതമായി ആചാര്യന്മാർ അതാത് കാലത്ത് ഏർപ്പെടുത്തുന്ന ആചാരങ്ങളനുസരിച്ച് ഓരോ ആശ്രമങ്ങളും പോവുക, അതേ ഇന്ന് നിവർത്തിയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ആചാര്യന്മാർ എന്താണ് സന്യാസത്തിന് നിയമങ്ങൾ വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അടയാളം വച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പോകുക. അതാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷെ പരമാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ സന്യാസം എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടു കൂട്ടർക്ക് ഈ പറയുന്നത്, വിദ്വത് സന്യാസി ആയാലും ശരി, വിവിധശാ സന്യാസി ആയാലും ശരി, അവിടെ മാറ്റമില്ല. വിദ്വത് സന്യാസി തത്വജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി അല്ല, വിവിധശാ സന്യാസി തത്വജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി ഈ പറഞ്ഞ തരത്തിൽ പരിവ്രാട് വിവർണവാസ മുണ്ടോ അപരിഗ്രഹ, ഒരു പരിഗ്രഹവും കൂടാത്തവനായി അവൻ ഭിക്ഷാചര്യം നടത്തി അവൻ ജീവിക്കുന്നു. അതേസമയം വിദ്വത് സന്യാസിയാണെങ്കിലോ ആ ജ്ഞാനത്തിന്റെ ദൃഢതയിൽ തന്നെ അങ്ങനെ ജീവിക്കുന്നു. അവിടെയാണ് വിവിധശാ സന്യാസത്തിന് ബ്രഹ്മചര്യം, യമനിയമം തുടങ്ങിയതൊക്കെ ആവശ്യമായിട്ട് വരുന്ന അവിടെയാണ്.
അത് ഈ പറയുന്ന സന്യാസത്തിന്റെ ഭാഗമായി വരുന്നതാണ്.